ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കാന്താരി അച്ചാറിടാം. അതിനായി ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കാന്താരി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാന്താരി രണ്ട് ഇവിടെ പൊട്ടാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേറൊരു പാത്രത്തോട്ട് മാറ്റാം. നമുക്ക് കോഴിമറ്റായ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുക് പൊട്ടി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിയ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഇപ്പോൾ ഉലുവ ഇല്ല, പൊടിയാണ്, അതുകൊണ്ടാണ് പൊടി ഇടുമ്പോൾ ഇടാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി കൊടുത്തതാണ് മിക്സ് ഇങ്ങനെ വാട്ടി കൊടുക്കാം. അതിലേക്ക് നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ഉലുവപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കായപ്പൊടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമ്മുടെ മുളക് വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അച്ചാറിൻ്റെ രുചി കൂട്ടാനായിട്ട് നമുക്ക് 1 സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചത് പുളിവെള്ളം ഏതെന്നറിയുമോ, പിഴുപുളിയാണ്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളിയും എരിവും മധുരവും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ മുളകച്ചാർ ഇവിടെ റെഡിയാണ്. കാന്താരി മുളകച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇന്നത് കൂട്ടൽ 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഓക്കെ, ബൈ ബൈ.